ഹായ് എവ്രിവൺ, ജൂനിയർ അനലിസ്റ്റ് മൊഡ്യൂൾ 7 ഹാലജനേറ്റഡ് ഹൈഡ്രോ കാർബൺസും അതേപോലെ തന്നെ ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQ ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോകാം. നോക്കൂ, ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ് ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ എന്ത് വേണം? നൈട്രജനും വേണം, സൾഫറും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. സൾഫർ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് മിക്കവാറും എന്തായിരിക്കും? തയോ എന്ന് വരും. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ ബി കിട്ടി. എന്നാലും ഇവരുടെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, 5 മെമ്പേർഡ് ആണ്. ഇവിടെ എന്തുണ്ടാവും? സൾഫർ ഉണ്ടാകും. അതേപോലെ തന്നെ ആരും ഉണ്ടാവും? നൈട്രജനും ഉണ്ടാകും. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അറിയണം. ഇമിഡസോൾ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, രണ്ടുപേരും എന്തായിരിക്കും? നൈട്രജൻ ആയിരിക്കും. ഇനി ഇതാ ഇവിടെ പറഞ്ഞതുപോലെ ഓക്സസോൾ ആണെങ്കിൽ ഇതാ ദിസ് ഇസ് ആക്ച്വലി ഇവിടെ ഓക്സിജൻ ഉണ്ടാവും. ഇനി പൈറസോൾ ആണെങ്കിലോ? ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. റൈറ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് നെയിംഡ് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ചു വരുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്തറിയണം? നമുക്ക് റിയാക്ടൻ്റ് അറിയണം. സ്കീം അറിഞ്ഞാൽ മതി. ഡയറക്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ എന്താണ്? ആൽഡിഹൈഡ് നിങ്ങൾ കണ്ടു, അമോണിയ നിങ്ങൾ കണ്ടു. ഇനി എന്താണ്? ആൽഫ ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് വരും ബീറ്റ കീറ്റോ എസ്റ്റർ. ബീറ്റ കീറ്റോ എസ്റ്റർ. ഇങ്ങനെ ഈ 3 റിയാക്ടൻറ്റിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് എന്ത് സിന്തസിസ് ആയിരിക്കും? യെസ്, ഹാൻഡ് സിന്തസിസ് ആയിരിക്കും. ഹാൻഡ് സിന്തസിസ് ഓഫ് വോട്ട്? പിരിഡീൻ. ദാ ഡൈഹൈഡ്രോ പിരിഡീൻ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ പാൽനോർ സിന്തസിസും നോർ പൈറോൾ സിന്തസിസും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഇനി അടുത്തത് എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് തയോഫീൻ ഇസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, തയോഫീൻ എന്താണ്? ഇതാ ഇങ്ങനെയാണ് തയോഫീൻ അല്ലേ? യെസ്, ദിസ് ഇസ് ആക്ച്വലി തയോഫീൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സൾഫർ ആറ്റം കോൺട്രിബ്യൂട്ട്സ് ടു 2 ഇലക്ട്രോൺസ് ടു ദി പൈ സിസ്റ്റം. കറക്റ്റ് ആണോ? കറക്റ്റ് ആണല്ലേ? ഇത് അരോമാറ്റിക് ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കും? ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് ലോൺ പെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി തയോഫീൻ എന്താണ്? പോളാർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇസ് ഓൾസോ കറക്റ്റ് അല്ലേ? ബിക്കോസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. പിന്നെന്താണ്? ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ഓഫ് തയോഫീൻ ലെഡ്സ് ടു എ കണ്ടക്ടിങ് പോളിമർ. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, തയോഫീൻ ഇസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫൈൽസ് ദാൻ ഫ്യൂറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ എങ്ങനെയാണ്? പൈറോൾ വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട്? ഫ്യൂറാൻ. ദെൻ ഓൺലി കംസ് വോട്ട്? തയോഫീൻ എന്നുള്ളതാണ് ഓർഡർ വരുന്നത്. നോക്കൂ, എന്താണ്? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ ആണേ പറഞ്ഞത്. ആർക്കാണ്? ഫ്യൂറാന് കൂടുതലാണ് കമ്പയർഡ് ടു തയോഫീൻ. അപ്പോൾ ഇതെന്തായിരിക്കും? യെസ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. റൈറ്റ്. പക്ഷേ ഇതേ കാര്യം നോക്കിക്കോളെ, ഇപ്പം ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസാണ് പറയുന്നതെങ്കിൽ ഓർഡർ എന്താണ്? പൈറോൾ, ദെൻ വോട്ട്? ഫ്യൂറാൻ, ദെൻ വോട്ട്? തയോഫീൻ. പക്ഷേ ഇതേ സമയം നിങ്ങളോട് അരോമാറ്റിസിറ്റിയുടെ ഓർഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? യെസ്, അതിൻ്റെ ഓർഡർ വരിക തയോഫീൻ, ദെൻ വോട്ട്? ദെൻ കംസ് പൈറോൾ, ദെൻ കംസ് വോട്ട്? ഫ്യൂറാൻ എന്നുള്ള ഓർഡർ ആയിരിക്കും. കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ ആണ്, അരോമാറ്റിസിറ്റിയുടെ ഓർഡർ അല്ല. അരോമാറ്റിസിറ്റിയുടെ ഓർഡർ ആകുമ്പോൾ എന്തായിരിക്കും? തയോഫീന് കൂടുതലായിരിക്കും. റീസൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി why electrophilic substitution reaction takes place at 2 or 5 position in pyrrole. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ? ഞാൻ നമ്മുടെ ലെക്ചറിൽ നിന്ന് അതേപോലെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ വരച്ചിനി സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ എക്സ് എൻ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, ദിസ് ഇസ് പൈറോൾ. ഓക്കെ, നോക്കിക്കോളെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. ഇതെന്തായിരിക്കും? സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെക്കൻഡിലും ഫിഫ്ത്തിലും എന്തുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു എന്നാണ്. അപ്പോൾ ഇയാൾ സെക്കൻഡ് പൊസിഷൻ ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസനേറ്റിംഗ് സ്ട്രക്ചർ കിട്ടും അല്ലേ? ഈ റെസനേറ്റിംഗ് സ്ട്രക്ചർ ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് എത്ര റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്? യെസ്, 3 റെസനേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട് സെക്കൻഡ് പൊസിഷനിൽ. സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇനി തേർഡ് പൊസിഷനിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്ര റെസനേറ്റിംഗ് സ്ട്രക്ചറാണ്? 2 റെസനേറ്റിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്കറിയാം, ആസ് നമ്പർ ഓഫ്
റെസണേറ്റിംഗ് സ്ട്രക്ചർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി എന്താകും? സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സ്റ്റെബിലിറ്റി ആക്ച്വലി ഇൻക്രീസസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ എവിടെയാണ് നടക്കുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ പൈറോൾ എവിടെയാണ് നടക്കുക? സെക്കൻഡ് പൊസിഷനിലാണ്. എന്തായിരിക്കും? സെക്കൻഡും 5ഉം ഇവരെന്താണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ സെക്കൻഡും 5th പൊസിഷനും എന്തായിരിക്കും? യെസ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഷോ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. റെസണൻസ് ഹൈബ്രിഡ് ഹാവ് ലാർജർ ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് പൊസിഷൻ 2 or 5. സ്വാഭാവികമായിട്ടും അത് ശരിയായിരിക്കത്തില്ലേ? കാരണം എന്താണ്? ഇങ്ങനെ ഇവർ സ്റ്റേബിൾ ആണെങ്കിൽ ഇലക്ട്രോഫൈലിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോഫൈലിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഈ സെക്കൻഡ് പൊസിഷനിലും അതേപോലെ തന്നെ 5th പൊസിഷനിലും എന്ത് വേണം? യെസ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ ഇലക്ട്രോഫൈലിനെ പോയി അറ്റാക്ക് ചെയ്യൂ അല്ലേ? കാരണം ഇവർ ഓൾറെഡി സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? സെക്കൻഡിലും 5th എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? യെസ്, എ. ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ല, നൈട്രജൻ്റെ ലോൺ പെയർ ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ചെയ്യുന്നില്ല, സ്റ്റെറിക് ഹിൻഡ്രൻസും അല്ല. അപ്പോൾ ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ നെയിംഡ് റിയാക്ഷൻ ആണ്. സ്കീം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? 1 2 3 4 എന്താണ്? 1,4 ഡൈക്കീറ്റോൺ അല്ലേ? 1,4 ഡൈക്കീറ്റോൺ വെൻ റിയാക്ടിങ് വിത്ത് അമോണിയ ഓർ പ്രൈമറി അമൈൻ എന്ത് തരും? പൈറോൾ തരും. എന്താണ്? പാൽനോർ സിന്തസിസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സ്കീം അറിയാം, റിയാക്ടൻ്റ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു മാർക്ക് നേടിയെടുക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ സ്കീം. എന്തായാലും ഈ കാണുന്ന എല്ലാത്തിനെ പറ്റിയും നിങ്ങൾ പഠിക്കുക. ഹാൻഡ് സിന്തസിസ് ആയാലും നോർ പൈറോളിൻ സിന്തസിസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് ഫോളോയിങ് ഹെട്രോസൈക്ലിക്. എന്താണ്? ഇവിടെ നോക്കിക്കോളെ, ഇവിടെ കുട്ടികൾ മിക്കവാറും ക്യുനോളിൻ എന്ന് എഴുതും. പക്ഷേ ക്യുനോളിൻ എന്താണ്? ഇങ്ങനെയാണ് അല്ലേ? ദിസ് ഈസ് ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് ക്യുനോളിൻ. ഇതെന്താണ്? യെസ്, ദിസ് ഈസ് ആക്ച്വലി ഐസോക്യുനോളിൻ. ഇതാണ് നമ്മുടെ ക്യുനോളിൻ. ഓക്കെ, നൈട്രജൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഐസോക്യുനോളിൻ ആണ്, ഇതാണ് നമ്മുടെ ക്യുനോളിൻ. ഓക്കെ, ഓപ്ഷൻ ഡി. നൗ which of the following methods are used for the synthesis of quinoline? Scop synthesis, nor-quinoline synthesis, Friedlander synthesis. എല്ലാം എന്താണ്? യെസ്, ക്യുനോളിൻ സിന്തസിസിന് യൂസ് ചെയ്യും. എഗെയിൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലെക്ചറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇതൊക്കെ എഴുതി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. എന്താണ് സ്കോപ്പ് സിന്തസിസിൻ്റെ? എന്തൊക്കെയാണ്? അനിലീൻ വെൻ റിയാക്ടിങ് വിത്ത് ഗ്ലിസറോൾ വിൽ ഗിവ് യു വാട്ട്? ക്യുനോളിൻ. ശ്രദ്ധിക്കണം, സ്കോപ്പ് സിന്തസിസ് ആണെങ്കിൽ അനിലീനും ഗ്ലിസറോളും വരും. പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്യുനോളിൻ ആയിരിക്കും. ഇനി അതേപോലെ നോർ ക്യുനോളിൻ സിന്തസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? 2 ഹൈഡ്രോക്സി ബീറ്റാ കീറ്റോ അനിലൈഡ്സ്. എന്തായിരിക്കും? ആൽഫ ബീറ്റാ കീറ്റോ അനിലൈഡ്സ് എന്ത് ചെയ്യുന്നു? 2 ഹൈഡ്രോക്സി ക്യുനോളിൻ തരികയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർ ക്യുനോളിൻ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫൈനലി ഫ്രിൻലാൻഡർ സിന്തസിസ്. ഫ്രിൻലാൻഡർ സിന്തസിസ് ഓർത്ത് വെക്കുക, ആൽഫ അമിനോ ബെൻസാൽഡിഹൈഡ് ആണ്. ഇത്രയേ ഉള്ളൂ. ആൽഫ അമിനോ ബെൻസാൽഡിഹൈഡ് കാണുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ, ദാറ്റ് ഈസ് വാട്ട് ഫ്രിൻലാൻഡർ സിന്തസിസ് വിത്ത് എ കീറ്റോൺ. ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് സ്കീം അറിയാം. ആൽഫ അമിനോ ബെൻസാൽഡിഹൈഡ് ആണെങ്കിൽ ഫ്രിൻലാൻഡർ സിന്തസിസ്, ഇവിടെയാണെങ്കിലോ ബീറ്റാ കീറ്റോ അനിലൈഡ്സ് ആണെങ്കിൽ നോർ ക്യുനോളിൻ സിന്തസിസ്. അടുത്തെന്താ? സ്കോപ്പ് സിന്തസിസ് ആകുമ്പോൾ എന്താണ്? അനിലീൻ റിയാക്ടിങ് വിത്ത് വോട്ട്? ഗ്ലിസറോൾ. ഓൾറൈറ്റ്, അടുത്തത് ഫോളോയിങ് റിയാക്ഷൻ റെപ്രസെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യുനോളിൻ സിന്തസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നമ്മൾ പറഞ്ഞു അല്ലേ, അനിലീൻ റിയാക്ടിങ് വിത്ത് ഗ്ലിസറോൾ അല്ലേ, വിത്ത് നൈട്രോബെൻസീൻ ആക്ട് ചെയ്യുന്നത് എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് എന്നുള്ളതും നമുക്കറിയാം. ഏതാണ്? ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതാണ്? സ്കോപ്പ് സിന്തസിസ്. ഇങ്ങനെയാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുക കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ റിയേജന്റ് നിങ്ങൾക്ക് റിയാക്ടൻ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത്, ഓൺ വിച്ച് പൊസിഷൻ ഡസ് പിരിഡീൻ്റെ കാര്യം നമ്മൾ പറയുകയാണ്. എഗെയിൻ പൈറോളിൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പൈറോൾ എവിടെയായിരുന്നു? യെസ്, സെക്കൻഡ് ആൻഡ് 5th പൊസിഷനിലാണ്. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, പിരിഡീൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, പിരിഡീനിൽ. അപ്പോൾ ഇതെന്താണ്? 1 2 3 4 5 ആൻഡ് ദെൻ വോട്ട് 6. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ ഏതൊക്കെ പൊസിഷനാണ്? യെസ്, 2 3 4. ഓക്കെ, ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ പൊസിഷൻ ഉണ്ട്? 2 3 ആൻഡ് 4. ഏത് പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും എന്ത് വേണം? റെസനേറ്റിംഗ് സ്ട്രക്ചർ എഴുതണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് ഇസ് ദ സെക്കൻഡ് വൺ, ദിസ് ഇസ് ദി തേർഡ് വൺ ആൻഡ് ദിസ് ഇസ് വോട്ട് 4th വൺ. ഇനി ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ റെസനേറ്റിംഗ് സ്ട്രക്ചർ ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്.
ഇലക്ട്രോനെഗറ്റീവ് നോക്കൂ, മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ സ്റ്റേബിൾ ആയിരിക്കുമോ അൺസ്റ്റേബിൾ ആയിരിക്കുമോ? ലെസ് സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്സിജൻ്റെ മുകളിലൊക്കെ പോസിറ്റീവ് ചാർജ് വന്നാൽ സ്റ്റേബിൾ ആണോ? അല്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. സെക്കൻഡും ഫോർത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നൈട്രജൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാം? പോസിറ്റീവ് ചാർജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അതേസമയം ഇവിടെ നോക്കി നോക്കൂ, തേർഡ് പൊസിഷനിലാണ് ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്നില്ല. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഡസ് നോട്ട് ക്യാരി വോട്ട് പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി മോർ സ്റ്റേബിൾ. സോ ഓപ്ഷൻ എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി. ഓൾറൈറ്റ്, ഇനി അടുത്ത് നോക്കിക്കോളൂ. ഇത്രയും കാര്യങ്ങൾ ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ടുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഹാലജനേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ ഒന്ന് നോക്കി നോക്കാം. നോക്കൂ, SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ കൈറാൽ സെൻറ്റേഴ്സ്. കൈറാൽ സെൻറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ CX ഇതെന്താണ്? നമ്മുടെ ലീവിങ് ഗ്രൂപ്പ് LG ആണെന്ന് വിചാരിക്കുക. Y ആൻഡ് വോട്ട് Z എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? റിട്ടൻഷൻ പ്രൊഡക്റ്റും കിട്ടും. അതായത് ലെറ്റ്സ് സേ എക്സ് CZY ഇവിടെ എന്ത് വരും? യെസ്, ന്യൂക്ലിയോഫൈൽ ഇവിടെ വരും. ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ എന്താണ്? സ്റ്റീരിയോ കെമിസ്ട്രി റീറ്റെയിൻ ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മൾ റിട്ടൻഷൻ എന്ന് നമ്മൾ വിളിക്കും. അതേപോലെ വി വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, നമുക്കൊരു ന്യൂക്ലിയോഫൈൽ ഇവിടെ വരികയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് വോട്ട്? നമുക്കൊരു ഇൻവേർഷൻ പ്രൊഡക്റ്റും നമുക്ക് കിട്ടും. വിൽ ബി ഗെറ്റിംഗ് ഇൻവേർഷൻ പ്രൊഡക്റ്റ് ആസ് വെൽ. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ലീവിങ് ഗ്രൂപ്പ് എന്തായിരിക്കും? ലെറ്റ്സ് സേ ലീവിങ് ഗ്രൂപ്പ് CL ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? ഇത് CL മൈനസ് ആയിട്ടാണല്ലോ പുറത്തേക്ക് പോവുക, ലീവ് ചെയ്ത് പോവുക. CL മൈനസ് ആയിട്ടാണ് പോവുക. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് എന്താണ്? യെസ്, നെഗറ്റീവാണ്. ഇവർ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാകും. അതായത് റിട്ടൻഷൻ്റെ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്താണ് റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ ഈ CL ഇങ്ങോട്ട് പോകുന്നു, അതേ ഡയറക്ഷനിൽ ആര് വരുന്നു? ന്യൂക്ലിയോഫൈൽ വരുന്നു. ഓക്കെ, CL മൈനസ് ആയിട്ട് പോകുന്നു, ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഒരു റിപ്പൽഷൻ ഫാക്ടർ ഉണ്ടാകും. ആ റിപ്പൽഷൻ ഫാക്ടറിൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും? ഇവരുടെ പോസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. കാരണം എന്താ? ഇൻവേർഷൻ ആണെങ്കിൽ ന്യൂക്ലിയോഫൈൽ ഇവിടെ നിന്നാണ് വരിക, CL ഇങ്ങോട്ടങ്ങ് പൊക്കോളും. അപ്പോൾ എന്തായിരിക്കും? ഒരു പാർഷ്യൽ റെസിമൈസേഷൻ ആണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. അതായത് ഇൻവേർഷൻ മോർ ദാൻ റിട്ടൻഷൻ ലീഡിങ് ടു പാർഷ്യൽ റെസിമൈസേഷൻ. അപ്പോൾ SN1 എപ്പോഴും ഇൻവേർഷൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും കമ്പയർഡ് ടു റിട്ടൻഷൻ പ്രൊഡക്റ്റ്. അടുത്തത് 11th question. Which of the following undergoes nucleophilic substitution exclusively by SN1 mechanism? SN1 ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവിടെ ഇന്റർമീഡിയറ്റ് എന്തായിരിക്കും? കാർബോകാറ്റയോൺ. അപ്പോൾ ഈ ബെൻസൈൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദിസ് ഇസ് ആക്ച്വലി നോക്കൂ, ദിസ് ഇസ് CH2Cl. അപ്പോൾ എന്തായിരിക്കും? ഈ CL അങ്ങോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ ലീവിങ് ഗ്രൂപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് ബെൻസൈൽ കാർബോകാറ്റയോൺ നമുക്ക് കിട്ടും. ബെൻസൈൽ കാർബോകാറ്റയോൺ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എന്താണ്? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ ഇവരെന്തായിരിക്കും? ഇവരെപ്പോഴും എന്തായിരിക്കും? കാർബോകാറ്റയോൺ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇവരെന്തായിരിക്കും? SN1 റിയാക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. സോ ഓപ്ഷൻ ഡി. 12th question. ക്ലോറോബെൻസിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കവാറും കുട്ടികൾ തെറ്റിക്കുന്നത് കാണാം. നോക്കിക്കോളെ, ഇതാണ് നമ്മുടെ ക്ലോറോബെൻസിൻ റിയാക്ടിങ് വിത്ത് MG. അപ്പോൾ എന്താണ്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. സോ വി ആർ ഗെറ്റിംഗ് വോട്ട്? Yes, we will be getting something like this, R minus MgCl എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. MG എന്താണ്? പോസിറ്റീവ്. ഓക്കെ, ഇതെന്താണ്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? ദിസ് റിയാക്ട് വിത്ത് വോട്ട്? എത്തനോൾ, C2H5OH. അപ്പോൾ എന്തായിരിക്കും? O മൈനസും H പ്ലസും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് അല്ലേ, അറൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? H+ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, വിൽ ബി ഗെറ്റിംഗ് വോട്ട്? ബെൻസീൻ. ഓക്കെ, ബെൻസീൻ ആണ് നമുക്ക് കിട്ടുക. കുട്ടികളൊക്കെ ഫിനോൾ എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വാട്ടർ ആണെങ്കിലും എന്ത് തന്നെയാണ് കിട്ടുക? യെസ്, ബെൻസീൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 13. സ്വാട്സ് റിയാക്ഷൻ. സ്വാട്സും അതേപോലെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും. സ്വാട്സ് റിയാക്ഷൻ എന്താണ്?
ആൽക്കൈൽ ഫ്ലൂറൈഡ് ആണ്. ഫിംഗൽസ്റ്റീൻ ആണെങ്കിൽ എന്തായിരിക്കും? ആൽക്കൈൽ അയഡൈൻ ആണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അടുത്തത് ആൽക്കഹോൾ വിച്ച് ഗിവ്സ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഓൺ റിയാക്ടിങ് വിത്ത് HCl. അപ്പോൾ എന്താണ് നോക്കൂ, ആൽക്കഹോൾ ROH പ്ലസ് വോട്ട് HCl ഗിവ്സ് വോട്ട്, നമുക്ക് RCl നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ഇന്റർമീഡിയറ്റ് എന്താണ്? ഇവിടെയുള്ള ഇന്റർമീഡിയറ്റ് ഇസ് ആക്ച്വലി കാർബോകാറ്റയോൺ ആണ് അല്ലേ? കാർബോകാറ്റയോൺ. എന്താണ് ഈ ടർബിഡിറ്റി ആരാണ് തരുന്നത്? യെസ്, RCl ആണ് ആക്ച്വലി എന്ത് തരുന്നത്? ടർബിഡിറ്റി. യെസ്, ആൻഡ് ദിസ് പെർട്ടിക്കുലർ ടെസ്റ്റ് ഈസ് കോൾഡ് വാട്ട്? ലൂക്കാസ് ടെസ്റ്റ്. ഓക്കെ, ലൂക്കാസ് ടെസ്റ്റിന്റെ ഓർഡർ എന്താണ്? ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ കാരണം എന്താണ്? യെസ്, ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും നമ്മുടെ ഓർഡർ. അപ്പോൾ എന്തായിരിക്കും? ടെർഷ്യറി ആൽക്കഹോൾ. കാരണം ടെർഷ്യറി ആൽക്കഹോൾ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ടെർഷ്യറി കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടൂ. അങ്ങനെ ഇന്റർമീഡിയറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യാൻ പറ്റും. അതായിരിക്കും ടർബിഡിറ്റി ഷോ ചെയ്യുന്നത്. ഓൾറൈറ്റ്, now the last question, the best method of preparation of alkyl halide is ഏതായിരിക്കും? ഡാർസൻസ് റിയാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് നോക്കിക്കോളെ, ROH when treated with SOCl2, okay, you will be getting RCl നമുക്ക് കിട്ടും, അതേപോലെ SO2ഉം നമുക്ക് HCl ഉം കിട്ടും. ഇവർ രണ്ടുപേരും എന്താണ്? യെസ്, ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ആണ്. ഇവർ രണ്ടുപേരും എന്താവും? എസ്കേപ്പ് ആവും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? യെസ്, പ്യുവർ RCl നമുക്ക് കിട്ടും. ഇതിൻ്റെ മെക്കാനിസം ആലോചിച്ച് വെക്കണം. മെക്കാനിസം എന്താണ്? SNI, ന്യൂക്ലിയോഫിലിക് എന്താണ്? ഇന്റേണൽ ആണ്. SNI റിയാക്ഷൻ ആണ്. SN1 അല്ല, SN2 അല്ല. ഓക്കെ, ഇറ്റ് ഇസ് നൈദർ SN1 ഓർ SN2, ഇറ്റ് ഇസ് ആക്ച്വലി SNI ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇതിൻ്റെ മെക്കാനിസം അറിഞ്ഞു വെക്കുക. അപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.